ഇന്ന് 35 മണ്ഡലങ്ങൾ, ഇന്നലെ 35 മണ്ഡലങ്ങൾ, 70 മണ്ഡലങ്ങളായി. നിയമസഭയുടെ പകുതി സീറ്റിലെ ആളുകൾ നമ്മൾ ഇരുത്തി. അതെ, 70 എന്ന് പറയുമ്പോൾ പകുതിയായി. ഹാഫ് വേ മാർക്ക് എന്ന് നമുക്ക് പറയാം. 70-ൽ ഇപ്പോ നിലവിൽ എത്ര? ആ ടാലി ഒന്ന് നമുക്ക് കാണിക്കാം. 33 ഒരു സീറ്റിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. LDF 33, UDF 32, NDA 0. ആ കണക്കിൽ ഒന്നുകൂടി ശ്രദ്ധിക്കണം. 33 മണ്ഡലങ്ങൾ LDF എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ നിന്നുള്ള കുറച്ചാൽ 18ന്റെ കുറവ് അവിടെ വരുന്നുണ്ട്. 51 സീറ്റുകൾ ഉണ്ടായിരുന്നു ഈ 70-ൽ. 51 സീറ്റുകളിൽ LDF വിജയിച്ചതായിരുന്നു. അതിൽ 18 എണ്ണത്തിന്റെ കുറവ്. 33 മാത്രമാണ് ഇപ്പോൾ LDF മുന്നിട്ട് നിൽക്കുന്നത്. എന്നാൽ 13 UDF സീറ്റുകൾ പിടിച്ചെടുത്തിരിക്കുന്നു. 32 ബാക്കിയുള്ളത് ചിലത് ഈ ടൈറ്റ് ഫൈറ്റിലേക്ക് പോയിരിക്കുക. ഇന്നത്തെ ഈ അതായത് UDF നേട്ടമുണ്ടാക്കിയത്, LDF-ൽ നിന്ന് നേട്ടമുണ്ടാക്കിയത് മണലൂർ, ചങ്ങനാശ്ശേരി, തിരുവല്ല, കോതമംഗലം, കോഴിക്കോട് സൗത്ത്. അപ്പൊ ഇന്നലെ 9, ഇന്ന് 7. ഇന്ന് 1, 2, 3, 4, 5. അപ്പോൾ UDF-നെ സംബന്ധിച്ച് രാഷ്ട്രീയ സാഹചര്യം ഞങ്ങൾക്ക് അനുകൂലമാണ് എന്ന് വിചാരിക്കാവുന്ന ഒരു റിസൾട്ടിലേക്കാണോ പോകുന്നത്? ഉറപ്പായിട്ടും. അതായത് 18 സിറ്റിംഗ്, 70 മണ്ഡലങ്ങൾ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പരിശോധിക്കുമ്പോൾ ഈ 70 മണ്ഡലങ്ങളിൽ 51 LDF ജയിച്ചു. നമ്മുടെ സർവേ പ്രകാരം 33 2026 അവർക്ക് ജയിക്കാൻ സാധിക്കുന്നുള്ളൂ. അപ്പം 18 സീറ്റിന്റെ നഷ്ടം എന്ന് പറയുമ്പോൾ ട്രെൻഡ് ആർക്കാണ് അനുകൂലം എന്ന് മനസ്സിലാക്കാവുന്നുള്ളൂ. ഇനി 70 ഉണ്ട്. അതെ, 70 സീറ്റുകൾ ഉണ്ടെങ്കിൽ പോലും പകുതി പറയുമ്പോൾ 18 സീറ്റിന്റെ നഷ്ടം ഉണ്ടാവുന്നു. ആ 18 സീറ്റ് നഷ്ടത്തിൽ 13 UDF തിരിച്ചു പിടിക്കുന്നു. UDF-നെ സംബന്ധിച്ച് മഞ്ചേശ്വരം ഒഴികെ ഒരു മണ്ഡലത്തിലും അവർ സീറ്റ് നഷ്ടപ്പെടുകയോ അവർ മത്സരം നേരിടുകയോ ചെയ്തില്ല. LDF-ന്റെ മണ്ഡലങ്ങളാണ് ടൈറ്റ് ഫൈറ്റിലേക്ക് പോവുകയും മറ്റ് പോയിട്ടുള്ളൂ. അപ്പം ഇപ്പൊ നോക്കുമ്പോൾ നഷ്ടം ഉണ്ടാക്കിയത് LDF-നാണ്. 18 സീറ്റുകൾ അവരുടെ 51 കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ റിസൾട്ടിലെ 70 മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ 51 ഉണ്ടായിരുന്നിടത്തിൽ നിന്ന് 33 പോകുന്നു, 18 ഇടത്തേക്ക് പോകുന്നു. അല്ല, 5 ഇടത്ത് ടൈറ്റ് ഫൈറ്റ് ആണ്. ടൈറ്റ് ഫൈറ്റിൽ ഒരു നേരിയ മുൻതൂക്കം LDF-നുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ നിലയിൽ 33-32 എന്ന നിലയിലാണ്. LDF 33, UDF 32, 5 ഇടത്ത് കനത്ത മത്സരം. ഇപ്പോൾ 70 മണ്ഡലങ്ങളായി. ഇനി ബാക്കി 70. നാളെ 35, അതിന്റെ അടുത്ത ദിവസം 35. അഭിലാഷ്, നാളെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നാളെ 7 മണി തൊട്ട് 9 മണി വരെ ആയിരിക്കില്ല, 5 മണി തൊട്ട് 7 മണി വരെ ആയിരിക്കും നമ്മുടെ പോൾ ട്രെൻഡ്. ഇന്ത്യ ന്യൂസിലൻഡുമായിട്ട് ഫൈനൽ കളിക്കുകയാണ്. അതെ, സഞ്ജു സാംസൺ കളിക്കുന്നത് എല്ലാവർക്കും കാണണം എന്നുള്ളതുകൊണ്ട് നമുക്കും. അതുകൊണ്ട് നാളെ 5 മണി മുതൽ 7 മണി വരെ ആയിരിക്കും പോൾ ട്രെൻഡ്സ്. മറ്റന്നാൾ 7 മണി മുതൽ 9 മണി വരെ തന്നെ. അപ്പോൾ 70 മണ്ഡലങ്ങളായി. 70-ൽ ഇഞ്ചോടിഞ്ചാണ്. ഈ ഇഞ്ചോടിഞ്ച് തുടരുമോ? നാളെയുണ്ട് 35 മണ്ഡലങ്ങൾ. സ്റ്റേ ട്യൂൺഡ്. നാളെ വൈകുന്നേരം 5 മണി മുതൽ 7 മണി വരെ അടുത്ത 35 മണ്ഡലങ്ങളുമായി വരും പോൾ ട്രെൻഡ്സ്. അപ്പോൾ രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടുകൂടി, നെഞ്ചിടിപ്പോടുകൂടി കാത്തിരിക്കുകയാണ് എന്താണ് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുക എന്നുള്ളത് അറിയാൻ. അപ്പോൾ കാത്തിരിക്കുക.